അത് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകളും നിലപാടുകളുമൊക്കെ മുന്നണിക്ക് പ്രയാസം ഉണ്ടാക്കുമെന്ന കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാലോ. എല്ലാ ഘടകകക്ഷികൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകളിലേക്ക് പോകാതെ ഇതിൻ്റെ ആശയക്കുഴപ്പങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസ്സിന് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ നിലപാടിലേക്ക് അവർ വരും, നേതൃത്വത്തിൽ ഇടപെടും. ഹൈക്കമാൻഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടാണ്. അത് നല്ലതിനായിരിക്കണം എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും, ആയിരിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അടുത്തൊരു UDF യോഗം വരികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് ലീഗിൻ്റെ ഒരു തീരുമാനം. അല്ല, UDFന്റെ യോഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ കാര്യങ്ങൾ ആ പാർട്ടികൾ തന്നെ UDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാറാണ് പതിവ്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകും. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്, കെട്ടുറപ്പുണ്ട്, ഐക്യമുണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ UDFലെ എല്ലാ ഘടകകക്ഷികൾക്കും ബാധ്യതയുണ്ട്, നേതാക്കന്മാർക്കും ബാധ്യതയുണ്ട്. അതവർ നിർവഹിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ വ്യക്തികൾ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സുധാകരനെ കെ മുരളീധരൻ പിന്തുണ നൽകുന്നു, പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് മറ്റു നേതാക്കൾ പറയുന്നു. അതൊരു വലിയ ആശയക്കുഴപ്പം മുന്നണിക്ക് ഉണ്ടാക്കുന്നില്ല. ഇത് അത്ര വലിയ ഭിന്നതയൊന്നും കോൺഗ്രസിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ പുറത്തു വരുമ്പോൾ 1, 10, 100 ഒക്കെ ആയിട്ട് പരിപ്പിച്ച് വരും. സ്വാഭാവികമാണ്. അത് ഇടതുപക്ഷത്തെ കുറിച്ചായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആരെയും കുറിച്ച് പേരെടുത്ത് പറയാനൊന്നും തയ്യാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജനങ്ങളാണ് പ്രധാനം. ജനങ്ങളുടെ ഇതുണ്ട്, അവരുടെ ആഗ്രഹമുണ്ട്, അവരുടെ പ്രതീക്ഷയുണ്ട്. അത് UDF ആണ്. അത് തകരുന്ന രൂപത്തിലേക്ക് UDFലെ ഒരു ഘടകകക്ഷിയും ഒരു നേതാവും പോകരുത് എന്ന വ്യക്തമായ തീരുമാനം മുസ്ലിം ലീഗിനുണ്ട്. പാലക്കാടാണുള്ളത്. കഴിഞ്ഞ തവണ മണ്ണാർക്കാട് കൂടാതെ ഒരു സീറ്റ് കോങ്ങാട് സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഇത് വരികയാണ്, ഇനി ചർച്ചകളിലേക്കൊക്കെ കടക്കും. കോങ്ങാട് സീറ്റുമായിട്ട് തന്നെ പോകുമോ അതോ പട്ടാമ്പി പോലുള്ള മറ്റ് സീറ്റുകൾ ആവശ്യപ്പെടുമോ? അത്തരം ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്ത് UDF മുസ്ലിം ലീഗ് ചർച്ച ചെയ്ത് അതിനുശേഷം UDFൽ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുക്കുക. ആ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. അതെ, സ്വാഭാവികമായിട്ടും അതാണല്ലോ വരുന്നത്. നിലമ്പൂർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിപ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണ്. BJP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഏതായിരുന്നാലും നിലമ്പൂരില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ആദ്യം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ തന്നെയായിരിക്കും. മുന്നണിക്ക് മാറ്റൊന്നും ആവശ്യമില്ലല്ലോ. മുന്നണിയെ ശക്തമായി നയിക്കാൻ എല്ലാവരും കൂടിയല്ലേ ഒരു കൺവീനർ. ആ A വന്നാലും B വന്നാലും ഒക്കെ UDF ആയിട്ട് മുന്നോട്ട് പോകും. അതെ, അല്ല, ആര് വന്നാലും ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ കോൺഗ്രസ് അത് പരിശോധിച്ച് പുതിയ കൺവീനറെ വെച്ചത്. ഏതായാലും അതിന്റെ ഗുണം മുന്നണിക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അൻവറിന്റെ കാര്യത്തിൽ അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ്? അല്ലാതെ കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം കോഴിക്കോട് വെച്ച് ചെയർമാൻ പറഞ്ഞല്ലോ, വ്യക്തമായി പറഞ്ഞു, അതാണ് UDFന്റെ തീരുമാനം.